ഇതുപോലെ ഈ സമയത്ത് ചന്തക്കുന്നിലെ നിലമ്പൂരുകാർ ഒത്തുകൂടിയ മറ്റൊരു സന്ദർഭം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഈ രാത്രി 12 മണിക്ക് ഈ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം ആരാധിക്കുന്ന 6 തവണ വേൾഡ് കപ്പ് കളിച്ച ഏക ഫുട്ബോളർ ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത് മെസ്സിയാണ്. 18 വയസ്സിൽ വേൾഡ് കപ്പ് കളി ആരംഭിച്ച് 40 വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും വേൾഡ് കപ്പിൽ 6ാമത്തെ തവണ വേൾഡ് കപ്പ് കളിക്കുന്ന ലോകത്തെ ഏക ഫുട്ബോളറുടെ പേരാണ് മെസ്സി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോക ഫുട്ബോൾ മാന്ത്രികനായ പെലെ പോലും ആകെ 4 വേൾഡ് കപ്പാണ് കളിച്ചത്. പെലെ ആകെ ഗോൾ അടിച്ചത് 14 ആണെങ്കിൽ മെസ്സി ആകെ അടിച്ച ഗോളിന്റെ എണ്ണം ഇതുവരെ 21 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല അർജന്റീന അതുപോലെ തന്നെ, അപ്പുറത്ത് സ്പെയിൻ എല്ലാവരെയും വിറപ്പിച്ച് കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു മത്സരം ഇന്ന് ഒരു സംശയമില്ല, ഇതിന്റെ ട്രയൽ ഒന്നിവിടെ നടത്തി നോക്കിയപ്പോൾ അതിന്റെ ശബ്ദവും അതിന്റെ ക്ലാരിറ്റിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ പോയി ഇരുന്ന് ഫൈനൽ കാണുന്നതിനേക്കാൾ വലിയ പ്രതീതിയാണ് ഇന്ന് ചന്തക്കുന്നിൽ എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല നമ്മുടെ ഫുട്ബോൾ ലഹരി എത്രമാത്രമാണ് എന്ന് വഴിക്കടവിലെ മുണ്ടയിൽ പോയി നോക്കിയാൽ കാണാം. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഫ്ലെക്സ് ബ്രസീലിനും അർജന്റീനയ്ക്കും വേണ്ടി അണിനിരത്തിയ നാടിന്റെ പേര് കൂടിയാണ് നിലമ്പൂർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫുട്ബോൾ നമുക്ക് ഒരു കളിയല്ല, ഫുട്ബോൾ നമുക്കൊരു ലഹരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുട്ബോൾ ലഹരിയിൽ ഇന്ന് നിങ്ങൾക്ക് ഉറക്കമൊഴിച്ചിരുന്ന് കളി കാണാനുള്ള സൗകര്യം കേരള ഗവൺമെന്റ് പോലും ഒരുക്കിയിരിക്കുക. നാളെ അവധിയാണ്. എന്തൊക്കെയായാലും ഇങ്ങനെ നമുക്ക് ഒരുമിച്ചിരുന്ന് കളി കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിനൊരു ചെറിയ സഹായം മാത്രമാണ് ഞാൻ ചെയ്തത്. എങ്കിലും നമുക്ക് ഇതേപോലെ ഇടയ്ക്കരയിലും നമ്മളതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഇരുന്ന് ഇടയ്ക്കരയിലും ഇതേപോലെ 700-ലധികം ആളുകൾ ഇതുവരെ ആയി കഴിഞ്ഞു. ഇനി അവിടെ ഇരിക്കാൻ ഇരിപ്പിടമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എന്തായാലും നമുക്ക് മഴയില്ലെങ്കിൽ എല്ലാവർക്കും കൂടുതൽ ആളുകൾക്കും കാണാനുള്ള സൗകര്യം ഉണ്ടാവും. എല്ലാവരും അതനുസരിച്ച് ഇനി അഥവാ മഴ പെയ്താൽ തന്നെ ഉള്ള സൗകര്യം അനുസരിച്ച് കളിക്കളത്തിൽ ഇറങ്ങണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഫുട്ബോൾ മത്സരത്തിന്റെ ഈ ചന്തക്കുന്നിലെ ഷോ ഈ ബിഗ് സ്ക്രീൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.